ഇപ്പോൾ ഗവൺമെൻറ് പ്രതിപക്ഷ സമയത്ത് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അവധാനതയോടുകൂടി നിലപാട് സ്വീകരിക്കും. വേറെ ഏതാണ് ബദൽ എന്ന് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത്തരം എന്തെങ്കിലും നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ, ഒരു ബദൽ പദ്ധതി എന്നുള്ള രീതിയിൽ? അല്ല, അതറിയില്ല. ഇപ്പോൾ അവർ കേരളയിൽ അത് വിജ്ഞാപനം റദ്ദാക്കി. നമ്മളത് നിലനിൽക്കുമ്പോൾ തന്നെ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, വേഗതയേറിയ സംവിധാനം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നല്ല. എറണാകുളത്ത് അർബൻ കോൺക്ലേവ് നടക്കുമ്പോൾ കേന്ദ്ര നഗര വികസന മന്ത്രി തന്നെയാണ് ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് അതിനെടുക്കും, കേരളത്തിന് അതിനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ കീഴിൽ വരുന്നതല്ല അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതല്ല വേറെ ഏതാണ്, എന്തായാലും ഞങ്ങളുടെ അഭിപ്രായം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വേഗതയുള്ള കണക്ടിവിറ്റി സംവിധാനം വേണം. വളരെ നഗരവൽകൃതമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വ്യവസായ മേഖല, IT മേഖല വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇത്തരം കാര്യം തുടരണമല്ലോ. അത് തുടരണമെങ്കിൽ അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ബദൽ എന്താണെന്ന് ഇതില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോ ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷവും അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതികാര നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഗവൺമെൻറ്, ഞങ്ങൾ വികസന കാര്യങ്ങളും ജനങ്ങൾക്ക് നൽകിയ പ്രകടന പത്രികയിലുമാണ് കേന്ദ്രീകരിച്ചിരുന്നത്. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 വർഷവും ഗവൺമെൻറ് ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പിന്നെ ഓരോ UDF സമീപനം എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. ശബരിമല വിവാദമായ കേസുകൾ പിൻവലിക്കുന്നൊക്കെയുള്ള സൂചനകൾ വരും. അല്ല, ആ കേസ് പിൻവലിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കുന്ന ഇത് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നു, ഒറ്റയടിക്ക് പിൻവലിക്കാമെന്നായിരുന്നു. കേസിൻ്റെ സ്വഭാവം എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് കേസ് പിൻവലിക്കണോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പോലീസ് റിപ്പോർട്ട് വാങ്ങും. പോലീസ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിലും ഗവൺമെൻറ്റിന് കേസ് പിൻവലിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അഭിപ്രായം കോടതിയുടെ മുൻപിലാണ് വയ്ക്കുന്നത്. കോടതിയുടെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന അവർ പ്രതികളായിട്ടുള്ള കേസുകളാണെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. പൊതുമുതൽ നശീകരണം അല്ലെങ്കിൽ മറ്റു രൂപത്തിലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളും സാധാരണ പിൻവലിക്കാൻ പറ്റും. അപ്പോൾ കേസ് ടു കേസാണ് പിൻവലിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് സാധാരണ. അങ്ങനെ പിൻവലിക്കാൻ തീരുമാനിച്ചാലും പിൻവലിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഇതാണ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് വേറെ സ്വരത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിന്റെ കാര്യത്തിൽ കേസുകൾ പിൻവലിക്കുമ്പോൾ അങ്ങനെ ഒരു സാങ്കേതികത്വം മുമ്പിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും വരില്ല. കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്നതല്ല. അത് കോടതിയുടെ മുൻപിലേക്ക് വരും. ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുന്നത്.